ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇപ്പോൾ കുറവാണ്. വേറൊന്നുമല്ല, ഒന്നാമത് തിരക്കും കാര്യങ്ങളും, പിന്നെ പാട്ടുകളൊക്കെ ചെയ്യാണ്ട്. പക്ഷേ എനിക്ക് ജലദോഷമൊക്കെ ഇടയ്ക്കുണ്ടാവണോണ്ടേ അലർജീൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ കുറവ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോസൊക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിനാണ് കേട്ടോ. നമ്മൾ നല്ല പരിചയത്തിലുള്ള അഖില പറഞ്ഞ അവരുടെ ജിമ്മിൻ്റെ ഉദ്ഘാടനമാണ്. ഞാൻ പെരിന്തൽമണ്ണ ഇക്ക ക്ലാസ് തുടങ്ങിയ സമയത്താണ് ഇന്നങ്ങോട്ട് കൊണ്ടുവരുന്നത് ജിമ്മിന്. അങ്ങനെ പരിചയമായതാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാലമൊക്കെ ജിമ്മിന് പോയിന്, പിന്നെ ഞാൻ നിർത്തിയതാണ്. അവരുണ്ടാകുമ്പോഴുള്ളൂ ജിമ്മൊരു ഉഷാറുണ്ടായിരുന്നു. പിന്നെ വേണ്ട വെച്ചു ജിമ്മിൽ പോയി. അങ്ങനെ നമ്മളെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കമ്പനി ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഉദ്ഘാടനത്തിന് അവർ ക്ഷണിച്ചത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പോണ വഴിക്ക് ഹെൽമെറ്റ് വാങ്ങാൻ നിർത്തിയിട്ടോ. കാരണം എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. കുറേ ആയി വാങ്ങണം എന്ന് കരുതി വാങ്ങിയിട്ടില്ലായിരുന്നു കുറേ ആയിട്ട്. അപ്പം അങ്ങനെ ഹെൽമെറ്റ് വാങ്ങാൻ നിർത്തി നമ്മൾ. അപ്പോൾ എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങി. ഇതാ നമ്മൾ ബുള്ളറ്റുമേ ഉണ്ട് പോണത്. ആദ്യമായിട്ടാണ് ബുള്ളറ്റുമേ പോണത്. നമ്മളെ കരാട്ട ക്ലാസ്സിലുള്ള റംഷിൻ്റെ വണ്ടിയാണ് കേട്ടത്. അപ്പോൾ ഇതന്ന് നമ്മൾ റംഷിൻ്റെ വണ്ടിയിട്ട് ബുള്ളറ്റുമേ ഇട്ട് പോകണം. ഞാൻ കുറേ അയക്കാനോട് പറയണം, എന്നും കാറിലല്ലേ പോക്ക്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പുറത്ത് റൈഡ് പോലെ നമുക്ക് ബൈക്കിൽ പോകാം. നിൽക്കാനാണെങ്കിൽ ലോങ് ബൈക്കിൽ പോകാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഒന്നാമത് ഒരു മടിയാട്ടോ അതിൽ പോകാൻ. പിന്നെ എനിക്കാണെങ്കിൽ നേരെ തിരിച്ച്, എനിക്ക് കാറ് പോണില്ലാറ് ഇഷ്ടം അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യണം കേട്ടോ. ലോങ് ആയിട്ട് പോകണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇത് ഇന്ന് എൻ്റെ ആഗ്രഹം പോലെ ഇക്കന്ന് ബുള്ളറ്റ് എടുത്തിട്ട് പോന്നു കേട്ടോ. അപ്പം നമ്മളിതാ പോയോണ്ടിരിക്കുകയാണ്. പോണ വഴിക്കുന്ന പിന്നെ എനിക്ക് ഹെൽമെറ്റ് വാങ്ങിയ സമയത്ത് മോനക്കൊരു കണ്ണട വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. ആ ഇട്ടതിന് ശേഷം പിന്നെ അങ്ങനെ ആ ഇട്ടുകാണ്ട് ഓരോ കോപ്രായം കാട്ടേട്ടോനെ. അപ്പോൾ കണ്ണട വാങ്ങിച്ചു എനിക്ക്, പിന്നെ എനിക്ക് ഹെൽമെറ്റ് വാങ്ങിച്ചു. ഇത് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ലോങ്ങാണ്. എവിടെ വെച്ചാൽ കോഴിക്കോട്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്, കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് നിന്നും പോകണം കേട്ടോ. നല്ല ലോങ്ങുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മളിതാ അവിടെ എത്തിയിട്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ജിമ്മിൻ്റെ അടുത്തെത്തി കേട്ടോ. നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടാൽ പോയത്. അതാണ് പിന്നെ വീഡിയോസൊന്നും ഞാൻ അവിടെ എത്താനായിട്ടുള്ള സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാഞ്ഞ് കേട്ടോ. അപ്പോൾ ഒരു ലൊക്കേഷൻ വിട്ടന്നതിന്. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് ഇത് നമ്മൾ ജിമ്മിൻ്റെ മുന്നിലെത്തിട്ടോ. അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വണ്ടിയൊക്കെ സൈഡാക്കിയാണ് ഇങ്ങനെ നേരെ കയറി കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ അതാ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പൊക്കെ ഒരു സൈഡ് ഊരി വെച്ചു. ഭയങ്കര തിരക്ക്. ഫോണൊക്കെ കഴിഞ്ഞാടോ കരുതി ഞാൻ കയറുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ നേരെ ഉള്ളോട്ട് കയറി ജിമ്മിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടുവരാൻ കരുതി. അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ അഖിലാനെ കണ്ടില്ല കേട്ടോ. ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടില്ല. അങ്ങനത്തെ നമ്മൾ കയറിയേക്കിന് മോന് ഇത് കണ്ടപ്പോൾ എന്താ സംഭവം മനസ്സിലാവാണ്ട് കുറേ കയറി വെക്കാൻ കേട്ടോ. അപ്പോൾ അവനെ അതിമ കയറ്റി നിർത്താൻ നോക്കുക കേട്ടോ. അങ്ങനെ അവനെ അതിമ കയറി കാണും കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചു നോക്കി. അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ജിമ്മ്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കരാട്ട ക്ലാസ് ജിമ്മിലുള്ളതുകൊണ്ടേ, നമ്മൾ പെരിന്തൽമണ്ണ ജിമ്മിൽ കരാട്ട ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് അവനെ അങ്ങനെ ചെയ്ത് ശീലമുണ്ട്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ കുറേയൊക്കെ ചെയ്യാൻ നോക്കി. പിന്നെ ഇതാകണം അടുത്ത അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. ആദ്യം വേണ്ടെന്നാണ്, പിന്നെ ചെയ്യും. അപ്പോൾ നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ ഉദ്ഘാടനത്തിന് മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും ജിമ്മിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാതും ചെയ്തു നോക്കാൻ കേട്ടോ. കുട്ടികളായിട്ടും വലിയവരായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉദ്ഘാടനം ഇങ്ങനെ വന്നിട്ടില്ല. ഉദ്ഘാടനം ചെയ്യുന്നത് ഷിയാസ് കരീമാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഉദ്ഘാടകൻ വരാത്ത സമയത്ത് എല്ലാവരും ഒന്ന് അകത്തൊക്കെ കയറി ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഒന്ന് ചെയ്ത് വെക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ജിമ്മൊക്കെ ചെയ്യണത്. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ ഒന്ന് കയറി വെക്കണം എന്ന് എഴുതി വന്ന് നോക്കുമ്പോൾ എല്ലാത്തിനും കുട്ടികളാണ് കേട്ടോ. എന്നാലും ഒന്ന് കിട്ടി, ഒരു ചാൻസിൽ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിട്ടോ. ഉദ്ഘാടനം തുടങ്ങാനായി. അപ്പോൾ എല്ലാവരും നേരെ താഴത്തേക്ക് ഇറങ്ങിട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, ഇറങ്ങാനൊന്നും സ്ഥലമില്ലായിരുന്നു. എന്തായാലും നമ്മൾ ഇറങ്ങി. നേരെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ കാണാൻ കാത്തിരുന്ന അഖിലനെ കാണണം കേട്ടോ. ആ നിൽക്കുന്നതാണ് അഖില കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് കണ്ടില്ല, തിരക്കൊണ്ടായിരിക്കും. അപ്പോൾ കണ്ടേക്കിന് ഞാൻ പറഞ്ഞു, എവിടെയായിരുന്നു, ഇത്രയും തിരക്കിൽ നിങ്ങളെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചിട്ടോ.
അത് നമ്മൾ ഉദ്ഘാടകൻ വന്നു കേട്ടോ. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വണ്ടി ഫ്രണ്ട് കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര തിരക്കേനു. അതിൻ്റെ ഇടയിൽ വണ്ടി കുറച്ച് ഉള്ളോട്ട് കയറ്റിയിട്ടാണ് ആടെ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണ തിരക്കിലേ നമുക്കൊന്നൊരു ഗ്യാപ്പ് നിൽക്കാനില്ല. ഞാൻ അത് തിരക്കില്ല. ഇപ്പോൾ ഷിയാസ്കേന്ന് വന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ പോവാട്ടെ പോട്ടെ. ഇറങ്ങിയിട്ടോ. കാരണം നമുക്ക് വീട്ടിലേക്ക് എത്താൻ ലേറ്റാവും കരുതിയിട്ടേ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ. 5 മണി പറഞ്ഞിട്ട് 6 മണിക്കൊക്കെയാണ് അവിടെ ഉദ്ഘാടനം തുടങ്ങിയേക്കണത്. 5:45 6 മണിക്ക് കഴിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.